നമ്മൾ റിസ്മോൻ്റെ കാറ് പണ്ട് നശിച്ച കാറൊക്കെ ശരിയാക്കുക. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതേ റിസ്മോനും കൂട്ടുകാരോടെ ചേർന്നിട്ട് അവൻ്റെ കാറ്, കുഞ്ഞിലെ ഉണ്ടായിരുന്ന കാറ് ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വീല് പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വെയിറ്റ് കയറി ഇരുന്നപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി, അതിൻ്റെ വീലങ്ങ് പൊട്ടിപ്പോയായിരുന്നു. ഒരു തരത്തിലും വണ്ടി പിന്നെ ശരിയാവത്തില്ലായിരുന്നു. 3 വീല് വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കാനാണ്. പിന്നെ റിസ്മോൻ എന്നിട്ടും ഒരു കൈ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഓടിക്കുമായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ ഇവന്മാർ ഇവിടെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഐഡിയാസ് ജനറേറ്റ് ചെയ്തിട്ടാണ് വന്നിരുന്ന് പണിയുന്നത്. പിന്നെ കുറേ ആക്രി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റിസ്മോൻ്റെ എബൂസിൻ്റെയൊക്കെ കുറേ പഴയ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട്. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്കങ്ങനെ കണ്ടുപിടിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, റിസൾട്ട് വന്നിട്ടുണ്ട്. മക്കളിപ്പോൾ അതെല്ലാം വന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവർ ബോഡിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവർ കാറ് പണിയുന്ന ജസ്റ്റ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ചിലർക്കൊന്നും വിശ്വാസമില്ല, ഇവന്മാരിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലർക്കൊന്നും അത്ര വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത്. പിടിയിടാ റിസ്മോ, അത് പിടിക്കടാ. ഇവിടെ മറ്റേന്റെ റിം എടുത്ത് ഇതിനകത്ത് കയറ്റേ. റിമ്മല്ല, ഒരു ബേസ് ബോൾ അങ്ങ് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് നടത്തി അവൻ പിടിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ചരിച്ചിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇറക്കിയാലോ? അങ്ങനല്ല, മൊത്തം ബേസ് ബോർഡ് വെക്കണം. നിങ്ങളുള്ളവർക്ക് ഇവിടെ കാല് വെക്കാലോ, എനിക്ക് മനസ്സിലായില്ല. കൊറേ പേരാണ് കയറി കഴിഞ്ഞാൽ ഒടിഞ്ഞു കിടക്കാൻ. റോൾ ചെയ്യുന്നുണ്ടാ മോനെ? ചെറിയൊരു അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം. അതിന്റെ ഉള്ളിൽ ആ സാധനം എടുന്ന് കിട്ടി, സ്ക്വയർ ഷേപ്പിനുള്ള സംഭവം ഉണ്ടായിരുന്നു അതില്. അത് ബാക്കിലെ വീലിനില്ല മോനെ, ഫ്രണ്ടില് അല്ല, ഫ്രണ്ട് വീലിനല്ല ബാക്കിൽ. എടാ ഷൂ, നീ എന്തിനാ അത് ഷൂ എല്ലാം ഇളക്കി വെച്ചേക്കുന്നേ? ആണോ? ആ കാര്യമായി. അതാണ്ട് ഇതുപോലത്തെ ചെറുമണി സാധനം പോലും നമുക്ക് ഉപയോഗപ്പെട്ടെന്നുള്ളതാണ്. ഷൂവിന്റെ അവന്റെ കോൺവേഴ്സിന്റെ മൂന്ന് പേരും കൂടെ ഒരു കാറ് റിപ്പയറിംഗ് ആണ്. പ്ലെയർ വേണോ? സ്പാനർ ഉണ്ടാ? തട്ടാതെ അവന്റെ കൈ നോവൂലേ? അവിടുത്തെ പിരി പോയി കിടക്കോ. പിടിച്ചാ നീ ആക്കിക്കോ. ആക്കിക്കോ. എങ്ങനെയാണ് നീ പിടിക്കുന്നത്? ഇനിയിപ്പോ റിസ്മോന് ഈ കാറിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ അയ്യോ, റിസ്മോന്റെ കൊച്ചിലുള്ള കാറാ. പാപ്പ കയറിയിരുന്ന് പന്നലാക്കിയതാണ്. അയ്യോ, ഇവിടെ ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു.
പോയോ? ഇല്ല, ഈ ടയറിന് മാത്രം അങ്ങനാ. ഈ ടയറിന് അങ്ങനെ ഇല്ല. ഈ ടയറിന് അങ്ങനെ ഇവിടെ ഉണ്ട് ഒരു സാധനം കൂടി. ഇല്ല ഇല്ല, ഈ ടയറിന് ഇങ്ങനെ ഉണ്ടടാ, ഉണ്ടായിരുന്നു. ഇല്ല, ഇത് മേടിച്ചപ്പോഴും ഇങ്ങനെ ഇല്ല. അല്ല, ഉണ്ടായിരുന്നു, സാധനം ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിലേ അത് ഇങ്ങനെ ലെവലായിട്ട് കറക്റ്റായിട്ടിരിക്കും. അപ്പൊ ഈ ഹോളൊന്നും ഇതിനകത്തില്ലല്ലോ. അവിടെ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ മറ്റേ സാധനം ഇവിടെ അപ്പുറത്തുള്ളവരെ. ആ സാധനം ഇട്ടിട്ട് ആ മറ്റേ കമ്പി ഇടണ്ടേ, മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ ആകത്തില്ല. നല്ലപോലെ മുറുക്കിക്കോ. മുറുക്കുന്നതിനല്ല, ഇവിടെ ഒരു കമ്പി കൂടെ ഇതും കൂടെ വരാറുണ്ട്. കാർട്ടൂണിന്റെ എന്തെങ്കിലും പീസ് എടുത്തോണ്ട് കൊടുക്ക്. കാർട്ടൂൺ പീസോ തെർമോകോളോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്ക്. ബാറ്ററിയോ എന്താ വെച്ചേക്കണേ? ടൈറ്റ് ആവാൻ വേണ്ടി ഇറങ്ങി പോട്ടെ. അത് ഇവിടെ വരെ എടുത്തോളൂ. ഇനി കൊണ്ടുപോവാ വോയിസ് കോഡ് കയറുന്നു. ഈ മഴയത്ത് നിങ്ങൾ എന്തിനാ ഇത്ര വിയർക്കുന്നേ? എനിക്ക് ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ വരുമോ? മോനെ, ഇതിന്റെ പീസ് വല്ല എടുത്ത് വെക്കാൻ പറ്റുമോ നോക്കാ കാറിന്റെ. ഞാൻ കുത്തി കയറ്റിക്കോ. തിരിച്ചു വേണം. തോന്നി ഇറങ്ങി കിടന്ന ടയർ ഇറങ്ങിട്ടില്ല. അത് കറങ്ങും. എന്താണോ ഇതില്ല, മറ്റേ കമ്പിക്കകത്ത് മൊത്തത്തിൽ കറങ്ങുന്നുണ്ട്. ഇപ്പൊ നിൽക്കാം, മറ്റേ സെറ്റ് അതിൽ അത്ര മതി. ഇതിനാവശ്യമുള്ളൂ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇരിക്കാൻ ഒരു കൊച്ചു കുഞ്ഞിനെ വേണമല്ലോ. ആ സെറ്റ്. ഇതിന്റെ ഫ്രണ്ടില് മറ്റേ റിമ്മില്ല. എങ്ങനെയാ പോന്നെ? ഓക്കെ, അത്രയും മതി. നീ എടുത്ത് നീ മാറിയിരിക്കും റിസ്മോ. നീ പുറത്തിറങ്ങിയിട്ട് ഓടിച്ചു നോക്ക്. അതാടാ അന്നേ അതിനാ കുഴപ്പം. ആ ടയർ ആദ്യം പൊട്ടിയത്, മറ്റേത് ഞങ്ങളായിട്ട് ഇളക്കിയതായിരുന്നു. ഇതാ ആദ്യം പോയത്. ഓവർ വെയിറ്റ് കയറിയിരുന്നപ്പോ ഇതിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു ഇതില്ല കണ്ടോ. ഇതിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നശിച്ചതാ. അവര് നമുക്ക് ഇടങ്ങി എടുത്തു തന്നു. പോടാ, ആന്ന് നല്ലോണം കൊണ്ടുവന്നേടാ. ഇവിടെ ഇവരെ വാപ്പ കയറിയിരുന്ന് നശിപ്പിച്ചാ. ഇത് കയറ്റിയത് പണിയായി. ഇപ്പുറത്തെത്തി, അതുകൊണ്ടാ ബേസ് ബോർഡ്. ഇനി ഇറക്കി ടൈറ്റ് ചെയ്തോ. അതിനെന്തിനാ പേടിക്കുന്നേ? ഇവൻ പറഞ്ഞു കേട്ടപ്പോഴേ അടുത്ത ശനിയാഴ്ച ഈ സമയം എല്ലാരും പേടിച്ചിരിക്കുമായിരിക്കും. ഞാൻ വിചാരിച്ചു ഇനി എന്തുവാ, എന്തെങ്കിലും സംഭവം വല്ലതും സുനാമിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ സ്കൂളിലാണെങ്കിൽ എന്താടാ പേടിക്കുന്ന? എന്തിനാടാ? എവിടെ ആയാലും നീ അല്ലേ. ഏത് സ്കൂളിലായാലും നീ അറിയാത്ത പിള്ളേര് പതുക്കെ അങ്ങ് പരിചയം ആയിക്കോളും. ഇപ്പൊ ഇവന്മാരായിട്ട് കൂട്ടായത് എങ്ങനെയാ, അതുപോലെ പുതിയ പിള്ളേരായിട്ടും കൂട്ടാവും. അയ്യോ, ഇതാര്? കാർ മെക്കാനിക്കാ? കാർ മെക്കാനിക് സർവ്വസാധാരണമായ വിഷയം. ഏയ്, സംസാരമൊക്കെ ഞാൻ ഇടുവോ? ഇല്ലേടാ അഫ്സലേ. ഇയാളെന്തോ അവിടെ കിടക്കുന്നേ? ഓഹ്, പ്രൊഫഷണൽ ആയിട്ടുള്ള മെക്കാനിക്സിന്റെ കൂട്ടാണ്. കിടന്നും ഇരുന്നും. മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റിസ്മോന്റെ കൂട്ടുകാരും കൂടെ ഇല്ല കാറ് കാറിന്റെ ടയർ മാറ്റിയിടുന്നത്. അന്ന് ഇവന്മാരല്ലായിരുന്നു, വേറെ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇന്നിപ്പം അടുത്ത ആളുകൾ പീർ മുഹമ്മദ് അഫ്സൽ. അഫ്സൽ ഫുൾ നെയിം എന്തുവാടാ അഫ്സലേ?
ഏയോ ഇത്രേ ഉള്ളോ? അഫ്സൽ മജീദ് എന്നല്ല. അഫ്സൽ മജീദ് എന്നാണെന്ന്. ഇത് അഫ്സൽ ഇപ്പം ഇന്ന് മോഡിഫൈ ചെയ്തെടുത്ത സാധനമാണ്. ഇന്നലെ വേറൊരു രീതിയിലായിരുന്നു, ഒരു വീലം വെച്ചിട്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത്. അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അഫ്സൽ ആദ്യം വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അഫ്സൽ ഇന്നിപ്പോ ഇതിനെ PVC പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. സംഭവം ഇത് റിസ്മോന്റെ പഴയ സൈക്കിളാണ്. റിസ്മോന്റെ അല്ല, ഹിബൂസിന്റെ സൈക്കിളായിരുന്നു. എന്താ ഇനിയിപ്പൊ റിസ്മോന്റെ ആണ്. ഇന്നത്തെ ഓടിച്ചിട്ട് പോലും ഇല്ല, റിസ്മോന്റെ എന്ന് പറയാം. കൊണ്ടുവന്ന അന്ന് തന്നെ നശിച്ചു. കൊണ്ടുവന്ന അന്നൊന്നും നശിച്ചില്ല. കൊണ്ടുവന്ന് രാത്രിയല്ലേ, അന്ന് തന്നെ വാപ്പി ഓടി. ഞാൻ അങ്ങോട്ട് ഒരു ചവിട്ട് ഒന്നും അങ്ങോട്ട് അനക്കാന്നതിന് മുമ്പ് ഓടി വന്ന് ചാടിയാൻ കയറി. വാപ്പി ഓടി വന്ന് ചാടി കയറി അത് നശിപ്പിച്ച്. വാപ്പിയുടെ 75 കിലോ ഇതിന്റെ അകത്ത് താങ്ങത്തില്ല, അതുകൊണ്ട് പോയതാ. നിനക്ക് എത്ര കിലോ ഉള്ളപ്പോഴാണ് മേടിച്ചത്? നിനക്ക് 12 15 കിലോ 11 അത്ര ഉള്ളപ്പോഴാണ് മേടിച്ചത്. 15 കിലോയ്ക്ക് അകത്തുള്ള പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിന്റെ അകത്ത് 60 കിലോ എക്സ്ട്രാ കയറിയ പിന്നെ അത് നശിക്കത്തില്ല. 75 മൈനസ് 15 എത്രയാണ്? പെട്ടെന്ന് പറ. 15 ഡബിൾക്ക്. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പീറിന്റെ അടുത്ത് ചോദിക്കാം. 80 മൈനസ് 20 എത്ര? എളുപ്പം. 80 മൈനസ് എന്താ? ഇനി റിസ്മോന്റെ അടുത്ത് ചോദിക്കാം. 70 മൈനസ് 30 50. ടങ് ട്വിസ്റ്റർ പറയാമോ? അറിയാവോ? ടങ് ട്വിസ്റ്റേഴ്സ് അറിയാവോ? മറ്റേ എന്താ? എന്റെ മനസ്സിലും അതാ വന്നത് ആദ്യം തന്നെ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പറഞ്ഞേ, ആർക്കാ പറയാൻ പറ്റുന്നേ? തീർ പറഞ്ഞേടാ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് പറയടാ. പറ, നിനക്ക് ഏതാ പറ്റുന്നേന്ന് വെച്ചാ അത് പറ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. 3 വട്ടം അടുപ്പിച്ച് പറയണേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. നീ ഇതെന്തെടുക്ക? അടുത്ത ഒരു പാൻസർ. എന്റെ മോൻ എല്ലാം തലതിരിച്ച് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ. നീ അപ്പൊ യോമാരെയൊക്കെ എങ്ങനെ വിളിക്കൂടാ തലതിരിച്ച് പറയുമ്പോ? എന്ത് വിളിക്കുന്നത്? അസ്പൽ. ഇവനെയോ? പീറിനെ? തലതിരിച്ച് വിളിക്കാൻ പയറേന്ന് വിളിക്കുവോ? അത് തന്നെ. അവൻ ഡാന്നല്ലേ വിളിക്കുന്നത്, പേര് വിളിക്കാറില്ല, അതാണ്. ആ സാധനം കൊള്ളാവോ? അതിന് ആകെ ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും വെച്ചിട്ടാണ് നമ്മുടെ അഫ്സൽ ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നത്. ഇന്നലെ റിമോട്ട് ശരിയായിക്കൊണ്ട് വന്നായിരുന്നു നമ്മുടെ ഹെലികോപ്റ്ററിന്റെ. അതിനുള്ള സംഭവം എല്ലാം നിന്റെ ഉണ്ടോ? ഏത് അഫ്സല്? ആണോ? നോക്കാം നമുക്ക് ഫസ്റ്റ്. ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂൾസ് ഒക്കെ വാങ്ങിച്ചു തരാം ഞാൻ. നിങ്ങളൊരു കുട്ടി വർക്ക്ഷോപ്പായിട്ട് തുടങ്ങിക്കോ. പിന്നെന്താ, മോസ്റ്റ് യങ്ങസ്റ്റ് ഓൺട്രപ്രണേഴ്സ് ആവും നിങ്ങൾ അന്നേരം. നീ എന്തെടുക്കുവാടാ? പണ്ട് നമ്മളെ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുമായിരുന്നു ഇതുപോലത്തെ വീല്. അറിയോ? നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? CD ഉണ്ടല്ലോ, CD. ആ റൗണ്ട് സാധനം അത് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പ് വന്നിട്ട് ചെരുപ്പ് വെച്ചിട്ട് പണ്ട് കടയിലൊക്കെ പോകുമ്പം ഈ നിങ്ങളുടെ അത്രയുള്ള പിള്ളേര് കടയിൽ പോണത് ആ വണ്ടിയും കൊണ്ടാ പോണത്. പിന്നെ വേറെ ടയർ എടുത്ത് ഉരുട്ടിയിട്ട് കമ്പ് അടിച്ചോണ്ട് പോകാൻ. ടയർ വെച്ചിട്ട് കടയിൽ പോയാലും അത് ഉരുട്ടി ഇങ്ങനെ അടിച്ചോണ്ടേ പോകത്തുള്ളൂ പണ്ട് കൊച്ചിലെ.
കൊച്ചിലേക്ക്. പണ്ട് ആ വണ്ടിയും കൊണ്ടാണ് പോണത്. എന്നാലും നടന്നാലും അതുകൊണ്ട് വിഷമമില്ല, വണ്ടി ഉള്ളത് കൊണ്ട്. നടന്നു പോയാലും വിഷമല്ലേ. ഇപ്പോൾ ഉള്ള പിള്ളേർ സ്കൂട്ടി പോകും. നീ ഓടിക്കത്തില്ലേ സ്കൂട്ടി? ശരിയായോടാ? ആ ചെറിയ കുലുക്കമൊക്കെ വേണം. റെഡി ആക്കില്ല 2 ടയർ. അതൊക്കെ ഇട്ട് മാറ്റും. ഇവിടെ മൊത്തം ബേസ് ബോർഡ് അടിച്ചിട്ടില്ലേ, ഒരു സെറ്റ് ആക്കണം. ബേസ് ബോർഡ് ഇത് ലോക്കാണോ? അതൊക്കെ ആരോ അടിച്ച് കുറ്റി അകത്ത് ഡ്രൈവ് എടുത്തിട്ട് ഓ ഡ്രൈവ് എടുക്കാൻ പോണം. അങ്ങനെ നമ്മുടെ കാറ് ശരിയായിരിക്കുകയാണ് ഗൈസ്. മുതലാളിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നിന്റെ ക്രെഡിറ്റ് തന്നെ എടുക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഭയങ്കര എളിമയുള്ള ചെക്കന. അങ്ങനെ എളിമ വേണം. എളിമ ഉള്ളവരെ എന്തായാലും ഉയരത്തിലെത്തത്തോളൂ. നീ സ്കൂളിൽ എത്രയല്ലേ ഇപ്പം? 9. ഇനി 9 വേണ്ട, അടുത്ത ആള് വിളിക്കുന്നുണ്ട്. അതിനെന്ത് പറ്റിയെന്ന് ചാടരുത്, പതിയെ ഇറങ്ങ്. അത്രേ ഉള്ളൂ. എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കും? ഈ പണ്ടാര എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? കൊച്ചു പിള്ളേർ വന്നാലൊന്ന് കയറി ഇരിക്കാനൊക്കെ നല്ലതാ. റിസ്മോൻ പറഞ്ഞു ഇത് നമുക്ക് എടുത്ത് കളയാന്ന്. അവ ഒരു ദിവസം പോലും യൂസ് ചെയ്തിട്ടില്ലാത്തോണ്ട് ഞാൻ കളയാഞ്ഞത്. 2 ടയർ ഇല്ലായിരുന്നു. നീ ചെയിൻ എടുത്ത് ഇറങ്ങിയില്ല. അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടാ എപ്പോഴും അങ്ങനെ അടിച്ചാ. അവിടെ 2 വയറിങ് എടുത്താണ്. 2 വയറിങ് എടുക്കും. കത്തിക്കണം നമുക്ക്. കത്തിയില്ലടാ അത്. എത്ര ആക്രസാനം വേണേലും ഇവിടെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ അവർ ബാറ്ററി ഒക്കെ വെച്ചിട്ട് വീല് റെഡിയാക്കിയത് കുറച്ച് ഷേക്കിംഗ് ഉണ്ടായിരുന്നു. വണ്ടി ഓടുമ്പോഴത്തേക്ക് എങ്ങനെ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവർ വേറെ തകിടൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഹോളൊക്കെ ഇട്ട്. അതിനുള്ള ടൂൾസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ അവന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ എന്തൊക്കെ ചെയ്ത് സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാറിൽ നിന്നൊക്കെ ലൈറ്റ് എടുത്തിട്ട് കത്തുന്നോന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് അവന്മാർ ഇതെല്ലാം റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒന്നും വിഷ്വൽസ് കിട്ടിയിട്ടില്ല. 6 വർഷമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടന്ന വണ്ടിയെ 3 മിടുക്കന്മാരോട് ചേർന്നിട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്.